വയനാട്ടിൽ ബേലൂർ മക്നയെ പിടികൂടാനുള്ള ദൗത്യം വീണ്ടും പ്രതിസന്ധിയിൽ. ആന കർണാടക വനാതിർത്തി കടന്ന് നാഗർഹോളെ വനത്തിന്റെ ഉൾവശത്തേക്ക് കടന്നു. വനാതിർത്തിയിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെയാണ് നിലവിൽ ആനയുള്ളത്. കർണാടക വനം വകുപ്പ് ബേലൂർ മക്നയെ നിരീക്ഷിക്കുന്നുണ്ട്. മുബഷീർ പി അക്ബർ ഉണ്ട്. മുബഷീർ, ഒരു മനുഷ്യജീവനെ കൊലപ്പെടുത്തിയിട്ടുള്ള ആനയാണ്. ആന ഇപ്പോൾ കേരളം വിട്ട് കർണാടകത്തിൽ എത്തിയിരിക്കുന്നു. ഇനി കേരളത്തിന്റെ ദൗത്യ സംഘത്തിന് കർണാടക വനാതിർത്തിക്കുള്ളിൽ കയറി ഇടപെടൽ നടത്താൻ സാധിക്കുമോ, അതോ പൂർണ്ണമായും ഇനി കർണാടകയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള സഹായം ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ലഭിക്കുമോ? എന്താണ് ദൗത്യത്തിന്റെ നിലവിലെ ഒരു പൊസിഷൻ? ബിനിൽ, മിഷൻ ബേലൂർ മഗ്ന ദൗത്യം 8-ാം ദിവസം പിന്നിട്ട് ആനയെ മയക്കുവെടി വെക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് വീണ്ടും പ്രതിസന്ധിയായിക്കൊണ്ട് ഇത്തരത്തിൽ ആന കർണാടക വനത്തിലേക്ക് പ്രവേശിച്ചതായി വനം വകുപ്പിൽ നിന്ന് ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത്. കർണാടകയിലെ നാഗർഹോള വനത്തിലാണ് ഇപ്പോൾ നിലവിൽ ആനയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി ഇത്തരത്തിൽ ബാവലി മേഖലയിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് ആന ഇത്തരത്തിൽ കർണാടക വനാതിർത്തിയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്തുള്ള നാഗർഹോള വനത്തിൽ ഇപ്പോൾ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആനയോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കാണപ്പെട്ടിരുന്ന, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആകാശ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു മോഴയാന ഉണ്ടായിരുന്നു. ദൗത്യ സംഘത്തിന് പ്രധാന വെല്ലുവിളിയായിരുന്നു ഒരു മോഴയാന. ദൗത്യ സംഘത്തിന് നേരെ ആക്രമിക്കാൻ വരുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഒരു മോഴയാനയെ കഴിഞ്ഞ ദിവസം മുതൽ ഈ ഒരു ആനയോടൊപ്പം കാണുന്നില്ല, അതായത് ബേലൂർ മഗ്നയ്ക്കൊപ്പം കാണുന്നില്ല എന്നാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. നിലവിൽ ബേലൂർ മഗ്ന ഒറ്റയ്ക്കാണ് ഇത്തരത്തിൽ വനത്തിനുള്ളിലൂടെ സഞ്ചരിക്കുന്നത്. ഏകദേശം 1 കിലോമീറ്ററിലധികം കർണാടക വനത്തിന് ഉൾവനത്തിലൂടെ ബേലൂർ മഗ്ന സഞ്ചരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ കർണാടക വനത്തിലെത്തിക്കൊണ്ട് കേരള വനം വകുപ്പിന് ഇത്തരത്തിൽ മയക്കുവെടി വെക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കാൻ കഴിയില്ല. അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറൊക്കെ തന്നെ പൂർത്തിയായാൽ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ആനയെ തിരിച്ച് കേരളത്തിന്റെ വനത്തിൽ എത്തിച്ചാൽ മാത്രമേ, ഒന്നുകിൽ ബാവലിക്ക് പുറത്ത് ഇരുമ്പുപാല മേഖലയിലോ അല്ലെങ്കിൽ കേരളത്തിന്റെ വനാതിർത്തി മേഖലകളിൽ വെച്ച് മാത്രമേ വെടിവെക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത്, പകൽ സമയത്ത് ആന തിരിച്ചു വരാൻ സാധ്യത വളരെ കുറവാണെന്നാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. ഇത് 2-ാം തവണയാണ് ഇത്തരത്തിൽ ബേലൂർ മഗ്ന കർണാടക വനത്തിലേക്ക് പ്രവേശിക്കുന്നത്. ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാന വെല്ലുവിളി തന്നെയാണ് ആനയുടെ നിർത്താതെയുള്ള വനത്തിനുള്ളിലൂടെ സഞ്ചാരം തന്നെയാണ് വനം വകുപ്പുമായി സഞ്ചരിക്കുകയാണ്. പുറകെ ദൗത്യ സംഘം സഞ്ചരിക്കുന്നുണ്ടെങ്കിലും 9-ാം ദിവസം പിന്നിടുമ്പോഴും ബേലൂർ മഗ്ന എന്ന് പറയുന്ന കൊലകൊല്ലിയായിട്ടുള്ള കാട്ടാനയെ പിടികൂടാനായി മയക്കുവെടി വെക്കാൻ വേണ്ടി ഇതുവരെ കേരള വനം വകുപ്പിന് സാധിച്ചിട്ടില്ല.